ഹായ് ഓൾ, വെൽക്കം ടു ശ്രുതീസ് ലേണിംഗ് സ്ക്വയർ. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്സിലെ കളേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോർഷനാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേട്ടോ. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. മിക്കവാറും എക്സാംസിനൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ മാർക്ക് നമുക്ക് കളയാണ്ട് എങ്ങനെ പഠിക്കാം എന്ന് നോക്കാം. ഓക്കെ, പല കുട്ടികളും ഈ കളേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള സെക്ഷൻ ഞാൻ കണ്ടിട്ടുണ്ട്. കുറേ പേര് ഇങ്ങനെ ബൈ ഹാർട്ട് പഠിക്കുന്ന ഒരു പ്രവണത ഞാൻ കണ്ടിട്ടുണ്ട് ഈ കളേഴ്സ് സെക്ഷനകത്ത്. അപ്പോൾ നമുക്ക് ബൈ ഹാർട്ട് ഒന്നും ഇല്ലാണ്ട് എങ്ങനെയാണ് എളുപ്പത്തിൽ പഠിക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിരുന്നോളൂ. അപ്പോൾ നമുക്ക് കളേഴ്സിലേക്ക് കിടക്കാം. ഓക്കെ, നമുക്ക് മെയിനായിട്ടുള്ളത് പ്രൈമറി കളേഴ്സാണ്. പ്രൈമറി കളേഴ്സ് ആയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഏതൊക്കെ കളേഴ്സാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. റെഡ് ഉണ്ട്, ഗ്രീൻ ഉണ്ട്, ബ്ലൂ ഉണ്ട്, ശരിയല്ലേ? പിന്നെയുള്ളത് സെക്കൻഡറി കളേഴ്സാണ്. സെക്കൻഡറി കളേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രൈമറി കളേഴ്സ് തമ്മിൽ മിക്സ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് സെക്കൻഡറി കളേഴ്സ്. ഓക്കെ, അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ വരച്ചൊന്ന് കാണിച്ചു തരാം. അത് കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആവും. എന്നിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. ഇപ്പം ഞാൻ പച്ച കളറിലാണ് ഇരിക്കണമെന്ന് വിചാരിക്കുക. ഓക്കെ, ഞാൻ പച്ച കളറിലാണ് ഇരിക്കണമെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? ഞാൻ പച്ച കളർ ആവണമെങ്കിൽ എൻ്റെ ബോഡി റിഫ്ലക്റ്റ് ചെയ്യുന്ന കളറ് പച്ചയായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പച്ച കളറിലിരിക്കുന്നത്. അല്ലെങ്കിൽ ഞാനിപ്പോൾ റെഡ് കളറിലിരിക്കണമെങ്കിൽ ഞാൻ റിഫ്ലക്റ്റ് ചെയ്യുന്ന കളറ് റെഡാണ്. അതുകൊണ്ടാണ് ഞാൻ റെഡായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്. അപ്പം നമ്മൾ എന്താണോ റിഫ്ലക്റ്റ് ചെയ്യുന്നത് അതായിരിക്കും നമ്മുടെ കളറ്. കൺസെപ്റ്റ് ക്ലിയർ അല്ലേ? ഇനി നമുക്ക് പ്രൈമറി കളേഴ്സിലേക്ക് കിടക്കാം. ഓക്കെ, ഇപ്പം ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഞാനൊരു ട്രയാങ്കിൾ വരച്ചിരിക്കുകയാണ്. നമുക്ക് 3 പ്രൈമറി കളേഴ്സാണ് ഉള്ളത്: റെഡ്, ഗ്രീൻ, ബ്ലൂ. അത് ഞാൻ ഇങ്ങനെ എഴുതിയേക്കാണ്. ഇതിൻ്റെ ഒരു ഓർഡറിൽ ഞാൻ എഴുതണം കേട്ടോ. എൻ്റെ റൈറ്റ് സൈഡ് ആയതുകൊണ്ട് റൈറ്റിൻ്റെ 6 വെച്ച് ഞാൻ ഈ സൈഡിൽ തുടങ്ങി. ഓക്കെ, അപ്പം ഞാൻ ഓർക്കാൻ വേണ്ടി എന്ന് പറഞ്ഞാണ്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും എഴുതാം: റെഡ്, ഗ്രീൻ, ബ്ലൂ. ഓക്കെ, ഇനി ഓർക്കേണ്ടതെന്ന് പറഞ്ഞാൽ MYC എന്ന് ആലോചിക്കുക. MYC എന്ന് ആലോചിക്കുക. എന്നിട്ട് M ഇവിടെ എഴുതുക, Y ഇവിടെ എഴുതുക, C ഇവിടെ എഴുതുക. ഇത്രയും ക്ലിയർ ആയോ? അതായത് റെഡും ഗ്രീനും കൂടി മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എന്തായിരിക്കും? യെല്ലോ. ബ്ലൂവും ഗ്രീനും കൂടി മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന കളറ് C ഫോർ സിയാൻ ആണ് കേട്ടോ, CYAN. അതുപോലെ തന്നെ ബ്ലൂവും റെഡും കൂടി മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന കളറ് മജന്ത. ഓക്കെ, അപ്പൊ മിക്സിംഗ് വഴി കിട്ടുന്ന കളേഴ്സിനെയാണ് നമ്മൾ പറയുന്നത് സെക്കൻഡറി കളേഴ്സ്. അതായത് ഇതും ഇതും ഇതും, അതായത് യെല്ലോ, സിയാൻ, മജന്ത. അപ്പൊ ഈ ഓർഡറിൽ തന്നെ നമ്മൾ പഠിച്ചു വെച്ചേക്കുക: റെഡ്, ഗ്രീൻ, ബ്ലൂ. പിന്നെ നമ്മുടെ മൈക്ക് തുടങ്ങുന്ന നമ്മുടെ ബേസ് വെച്ചിട്ടാണ് MYC. ഇത്രയും ക്ലിയർ ആയോ? ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. അതായത് ഞാനിവിടെ ഫ്ലവറിന് ഹെഡിങ് കൊടുത്തിട്ടുണ്ട്, ലൈറ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് ഞാൻ ഇവിടെ എടുക്കുന്ന ഒബ്ജക്റ്റ് അതാണ് എൻ്റെ ഫ്ലവർ ആയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എടുക്കാം കേട്ടോ, ഫ്ലവർ തന്നെ ആവണം എന്നില്ല, എന്ത് വേണമെങ്കിലും എടുക്കാം. ഇവിടെ വന്ന് വീഴുന്ന ലൈറ്റ് ആണ് ഞാൻ ഇവിടെ ഹെഡിങ് കൊടുത്തിരിക്കുന്നത്. അതായത് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബ്ലൂ കളറുള്ള പൂവിൽ ഒരു യെല്ലോ കളർ ലൈറ്റ് വന്ന് വീണ് കഴിഞ്ഞാൽ നമുക്ക് ആ പൂവ് എന്ത് കളറായിട്ടായിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നത്? അതായത് ബ്ലൂ കളറുള്ള ഒരു പൂവില് യെല്ലോ ലൈറ്റ് വന്ന് വീണ് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന കളർ എന്തായിരിക്കും എന്നുള്ളതാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, ഈ യെല്ലോ ഇല്ലേ, അതായത് യെല്ലോ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണത്? സെക്കൻഡറി കളറാണ്. 2 കളർ തമ്മിൽ മിക്സ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് നമുക്ക് യെല്ലോ. അപ്പൊ യെല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രീനും റെഡും കൂടി മിക്സ് ചെയ്യുമ്പോൾ കിട്ടുന്ന കളറാണ് യെല്ലോ. അപ്പൊ ഞാൻ Y = G+R എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. ഗ്രീനും റെഡും കൂടി മിക്സ് ചെയ്യുന്നതാണ്. ഇനി നമ്മുടെ പൂവിന്റെ കളർ എന്താ? ബ്ലൂ ആണ്. അപ്പൊ ഈ യെല്ലോനകത്ത്, അതായത് ഗ്രീനും റെഡും അല്ലേ യെല്ലോനകത്ത് ഉള്ളൂ, ബ്ലൂ ഇല്ലല്ലോ. അപ്പൊ അങ്ങനെയുള്ള യെല്ലോ വന്നിട്ട് ബ്ലൂവിനകത്ത് വീണ് കഴിയുമ്പോൾ നമുക്ക് ആ ബ്ലൂ ഇതിനകത്ത് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് കിട്ടുന്ന കളർ എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ആയിരിക്കും. അതായത് ഇവിടെ നമുക്ക് കിട്ടുന്ന ആൻസർ ബ്ലാക്ക് ആയിരിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കിടക്കാം. ഈ ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്ത് കഴിയുമ്പോൾ ഏതാണ്ട് ഒരു കൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് കിട്ടും. നമുക്ക് നോക്കാം കേട്ടോ. അതായത് ഇനി ഞാൻ എടുക്കുന്നത് മഞ്ഞ കളറിലൊരു പൂ എടുക്കാം. അപ്പം ഞാനിവിടെ വൈ എന്ന് കിട്ടും, ഫ്ലവറിൻ്റെ അവിടെ വൈ. നിങ്ങൾക്ക് എന്തുകൊണ്ട് എടുക്കാം കേട്ടോ, പൂ തന്നെ എടുക്കുന്ന ഒരു നിർബന്ധമില്ല, ഞാൻ പൂ എടുത്തെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം മഞ്ഞ കളറിലൊരു പൂവ് ഗ്രീൻ കളറുള്ള ലൈറ്റ് വന്നിട്ട് മഞ്ഞ പൂവിൽ വന്ന് വീണ് കഴിയുമ്പോൾ നമുക്ക് ആ പൂ ഏത് കളറിൽ കാണാൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അപ്പം നമുക്ക് നോക്കാം. ഇവിടെ യെല്ലോ അല്ലേ കൊടുത്തിരിക്കുന്നത്. അപ്പൊ യെല്ലോ എന്ന് പറയുന്നത് എന്താ? സെക്കൻഡറി കളറാണ് നമുക്കറിയാം. അപ്പൊ നമ്മൾ വീണ്ടും യെല്ലോ = ഗ്രീൻ പ്ലസ് റെഡ് എന്ന് എഴുതി, ശരിയല്ലേ? അപ്പൊ അത് എഴുതി. ഇനി ഇതിലേക്ക് എന്താ വന്ന് വീഴുന്നത്? ഗ്രീൻ ലൈറ്റ് ആണ് വന്ന് വീഴുന്നത്. അപ്പൊ എന്ത് പറ്റുന്ന വെച്ചാൽ ഇതിൽ രണ്ടിലും നമുക്ക് കോമൺ ആയിട്ട് എന്താ ഉള്ളത്? ഗ്രീൻ ഉണ്ട്, ഇവിടെയും ഗ്രീൻ ഉണ്ട്, ശരിയല്ലേ?
അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ്? ഗ്രീൻ കളറാണ്. രണ്ടും കോമൺ ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. കോമൺ ഉണ്ടെങ്കിൽ നമുക്ക് അതായിരിക്കും നമ്മുടെ ആൻസർ കിട്ടുക, അതായത് ഗ്രീൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പച്ച കളർ പൂവ്. അപ്പൊ ഞാൻ ഇവിടെ ഗ്രീൻ ജി ഇട്ടു കേട്ടോ. സിയാൻ വെളിച്ചത്തിൽ, അതായത് സീല്, അതായത് സിയാൻ വെളിച്ചത്തില് പച്ച കളർ പൂവ് ഏത് കളറായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുക? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് നോക്കാം. ഇവിടുത്തെ നമ്മുടെ പൂവിന്റെ കളർ എന്താ? ഗ്രീൻ ആണ്. ഈ പൂവിലേക്ക് ആരാ വന്ന് വീഴുന്നത്? സിയാൻ ലൈറ്റ് ആണ് വന്ന് വീഴുന്നത്. അപ്പൊ സിയാനിനകത്ത് ഏതൊക്കെ കളറിന്റെ മിക്സ് ആണ് സിയാൻ വരുന്നത്? ബ്ലൂവും ഗ്രീനും കൂടിയിട്ടുള്ളതാണ്. അപ്പൊ ബ്ലൂ പ്ലസ് ഗ്രീൻ ആണ് വന്നിട്ട് ഗ്രീൻ പൂവിലേക്ക് വന്ന് വീഴുന്നത്. അപ്പൊ നമുക്ക് രണ്ടിലും കോമൺ ആയിട്ട് എന്തുണ്ട്? ഗ്രീൻ ഉണ്ട്. അപ്പൊ നമ്മുടെ ആൻസർ എന്താണ്? ഗ്രീൻ. നമുക്ക് ഗ്രീൻ ഫ്ലവറിൽ ബ്ലൂ ലൈറ്റ് വന്ന് വീണു. ഓക്കെ, അപ്പൊ ആ ഫ്ലവറിന്റെ കളർ എന്താന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫ്ലവർ നമുക്ക് ഇവിടെ വെക്കാം. ഇത് ഗ്രീൻ ആണ്, വന്ന് വീഴുന്ന ലൈറ്റ് ബ്ലൂ ആണ്. ഓക്കെ, അപ്പൊ ഇത് രണ്ടും പ്രൈമറി കളേഴ്സ് ആണ്. ഇതിൽ മിക്സിംഗ് ഒന്നുമില്ല. അപ്പൊ നമുക്കൊന്നും ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പറ്റിയ ഒന്നുമില്ല. അപ്പൊ ഇതിലൊന്നും കോമൺ ആയിട്ട് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് കിട്ടുന്ന കളർ എന്തായിരിക്കും? ബ്ലാക്ക് ആയിരിക്കും. അപ്പൊ ഇവിടുത്തെ ആൻസർ ബ്ലാക്ക് ആണ്. BLACK കേട്ടോ, ബ്ലൂ അല്ല കേട്ടോ, ബ്ലാക്ക് ആണ്. സിയാൻ ഫ്ലവറില് മജന്ത ലൈറ്റ് വന്ന് വീണു. ഓക്കെ, അപ്പൊ ഞാനിവിടെ സിയാൻ ഫ്ലവർ വെച്ചു, മജന്ത ലൈറ്റ് വന്നിട്ട് ഈ സിയാൻ ഫ്ലവറിൽ വന്ന് വീണു എന്ന് വിചാരിക്കാം. അപ്പൊ നമുക്ക് കിട്ടുന്ന കളറാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്കറിയാം മജന്ത എന്ന് പറഞ്ഞാൽ അതിൽ എന്തൊക്കെ കളേഴ്സ് ഉണ്ട്? മജന്ത എന്ന് പറഞ്ഞാൽ ബ്ലൂവും റെഡും കൂടെ കൂട്ടുന്നതാണ് മജന്ത. അപ്പൊ ഞാനിവിടെ മജന്തയുടെ അവിടെ ബ്ലൂ പ്ലസ് റെഡ് എന്ന് എഴുതി. ഓക്കെ, ശരിയല്ലേ? മജന്ത എന്ന് പറഞ്ഞാൽ ബ്ലൂ പ്ലസ് റെഡ് കൂട്ടുന്നതാണ്. ഇനി സിയാൻ എന്ന് പറഞ്ഞാൽ എന്ത് കളറാ? ബ്ലൂവും ഗ്രീനും കൂടെ കൂട്ടുന്നത്. അപ്പൊ ഞാൻ ഈ സിയാന്റെ അവിടെ ബ്ലൂ പ്ലസ് ഗ്രീൻ എന്ന് എഴുതി. ഓക്കെ, ഇതിൽ രണ്ടിലും എന്താ കോമൺ ആയിട്ട് വരുന്നത്? ബ്ലൂ ആണ്. ശരിയല്ലേ? അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ ബ്ലൂ. അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. അതായത് ബ്ലൂ കളറുള്ള ലൈറ്റ് വന്നിട്ട് മജന്ത കളർ പൂവിൽ വന്ന് വീഴുമ്പോൾ നമുക്കത് എന്ത് കളറായിട്ടായിരിക്കും ആ പൂവ് നമുക്ക് തോന്നുന്നത്? ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ ഞാനല്ല ചെയ്യാൻ പോകുന്നത്, നിങ്ങളാണ്. നിങ്ങൾ ശരിക്കും വർക്ക് ചെയ്യുക. ഇത് എളുപ്പത്തിൽ കിട്ടും. ഈ കൺസെപ്റ്റ് ക്ലിയർ ആണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ആൻസർ എളുപ്പത്തിൽ കിട്ടും. ബൈ ഹാർട്ട് ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എനിക്ക് കമൻ്റ് ആയിട്ട് ഇടുക. ഇടുന്ന ആൾക്കാരുടെ പേര് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറയുന്നതായിരിക്കും. അപ്പോൾ അത് മാത്രമല്ല, നിങ്ങൾ എൻ്റെ വീഡിയോസ് എപ്പോഴും പറയണ പോലെ തന്നെ നിങ്ങൾ എൻ്റെ വീഡിയോസ് കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മാക്സിമം ഒന്ന് ഷെയർ ചെയ്യൂ കേട്ടോ.